ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ രണ്ടാമത്തെ ഭാഗമാണ്. അതായത് മിഡ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് എന്താണ്? നമുക്കൊരു പോയിന്റ് ഉണ്ട്, അതിൻ്റെ കോർഡിനേറ്റ്സ് ഈ ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ 2, 3 ആണെങ്കിൽ അത് ഇവിടം വരെ എത്താൻ എത്ര എക്സ് ചേഞ്ച് വന്നു, എത്ര എക്സിൽ വ്യത്യാസം വന്നു, വൈയിൽ വ്യത്യാസം വന്നു എന്ന് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം വരച്ച് പഠിച്ചു അല്ലെ. അതായത് ഇവിടെ നോക്കിയാൽ, ഈ ഉദാഹരണത്തിൽ നോക്കിയാൽ ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഒരു മട്ടത്രികോണം വരയ്ക്കുക. അതായത് എക്സ് ആക്സിസിന് പാരലായിട്ട്, എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടും ഇത് വൈ അക്ഷത്തിന് സമാന്തരമായിട്ടും നമ്മൾ വരച്ചു കഴിയുമ്പോൾ എക്സിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം, ഇവിടെ എക്സ് കോർഡിനേറ്റ് എക്സ് സൂചക സംഖ്യ 2 ആണ്. അതിൽ നിന്നും ഇവിടുത്തെ എക്സ് സൂചക സംഖ്യയായി 8 വരെ എത്തി. അപ്പൊ 8ൽ നിന്ന് 2 പോയപ്പോൾ 6 ആണ് ചേഞ്ച് വന്നത്. അതേപോലെ വൈ നോക്കുമ്പോൾ, വൈ കോർഡിനേറ്റ് വൈ സൂചക സംഖ്യ നോക്കുമ്പോൾ 3ൽ നിന്ന് 5 ആയി. അതായത് 2 വ്യത്യാസം വന്നു അല്ലെ. നമുക്കിവിടെ വേണ്ടത്, ഇതൊരു മിഡ് പോയിന്റ് ആണ്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ മിഡ് പോയിന്റ് മധ്യബിന്ദുവാണ്. മധ്യബിന്ദുവിന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സൂചക സംഖ്യ നമുക്ക് അറിയത്തില്ല, നമ്മൾ അതിനെ എക്സ് വൈ എന്ന് എടുത്തു. അപ്പോൾ ഈ മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ കറക്റ്റ് മിഡ് പോയിന്റ് ആണല്ലോ. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന എക്സ് വ്യത്യാസത്തിന്റെയും വൈ വ്യത്യാസത്തിന്റെയും നേർ പകുതിയായിരിക്കും ഈ മധ്യബിന്ദുവിലേക്ക് ഉണ്ടാക്കുന്ന എക്സ് വ്യത്യാസവും വൈ വ്യത്യാസവും. അങ്ങനാണെങ്കിൽ നമുക്കിങ്ങനെ വരയ്ക്കാമല്ലോ. ആ മധ്യബിന്ദുവിൽ കൂടെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ എത്ര വീതം വരും? ഇവിടെ ആകെ 6 ആണെങ്കിൽ അതിൻ്റെ പകുതി 3 അല്ലേ എക്സ് വ്യത്യാസം വരുന്നത്. ഇവിടെ ആകെ 2 ആണെങ്കിൽ അതിൻ്റെ പകുതി 1 അല്ലേ വൈ വ്യത്യാസം വരുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. 2ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ എത്ര വന്നു? 5 വന്നു. പിന്നെ 3ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 4 വന്നു. മനസ്സിലായോ? അപ്പം മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റിന്റെ സൂചക സംഖ്യകൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം, ഒരു സമവാക്യം. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യം നമുക്ക് ഉണ്ടാക്കാം. അത് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിന്റെ 2 എൻഡ് പോയിന്റ്സ് ആണ്, അഗ്രബിന്ദുക്കളാണ്. അതിന്റെ സൂചക സംഖ്യകളാണ് x1 y1 x2 y2. കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ മധ്യബിന്ദുവിന് m എന്ന് വേണമെങ്കിൽ കൊടുക്കാം. മിഡ് പോയിന്റിന്റെ സൂചക സംഖ്യ എഴുതുമ്പോൾ ഇത് തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ പകുതി കാണുക. ഇവിടെ നോക്കുക, 2ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ 10 വന്നല്ലോ. 10ന്റെ പകുതിയല്ലേ 5. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? x1 പ്ലസ് x2 രണ്ടും കൂടെ കൂട്ടുക ബൈ 2. അതായത് എക്സുകൾ തമ്മിലെ കൂട്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എക്സ് സൂചക സംഖ്യ കിട്ടും. ഇവിടത്തെ മധ്യബിന്ദുവിന്റെ എക്സ് സൂചക സംഖ്യ കിട്ടും. ഇനി വൈ സൂചക സംഖ്യ കിട്ടാൻ വേണ്ടി വൈകൾ തമ്മിൽ കൂട്ടുക. 3ഉം 5ഉം കൂടെ കൂട്ടുക 8 ആയി. 8ന്റെ പകുതിയല്ലേ 4. അപ്പൊ വൈ കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വൈകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ പകുതി കാണുക. അപ്പൊ y1 പ്ലസ് y2 ബൈ 2. അപ്പൊ മിഡ് പോയിന്റിന്റെ സൂചക സംഖ്യ കിട്ടിയല്ലോ, കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ. അപ്പൊ ഈ ഒരു സമവാക്യം മറന്നു പോകാതിരിക്കുക. എല്ലാ തവണയും ചോദ്യം ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് പേജ് നമ്പർ 236 ചോദ്യങ്ങൾ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ദ ലൈൻ ജോയിനിങ് 2, 3 and 6, 5 ആസ് ഡയമീറ്റർ. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ? അതായത് ഈ 2, 3 എന്ന പോയിന്റും 6, 5 എന്ന പോയിന്റും കൂടെ ജോയിൻ ചെയ്ത ഒരു ഡയമീറ്റർ ആണ് ഇത്. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ സെന്ററിൽ കൂടെ അല്ലേ പാസ് ചെയ്യത്തുള്ളൂ. സെന്റർ O ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെന്ററിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് XY എന്ന് ഞാൻ എടുത്തു. അപ്പൊ നമുക്കറിയാം സെന്റർ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദു ആണ്. ഡയമീറ്റർ ആയതുകൊണ്ട് അതിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അതിന്റെ സമവാക്യം എന്താ? എക്സുകൾ കൂട്ടുക, എന്നിട്ട് അതിന്റെ പകുതി കാണുക, വൈകൾ കൂട്ടുക, അതിന്റെ പകുതി കാണുക. അപ്പൊ മിഡ് പോയിന്റ് O അല്ലേ, ഓയുടെ കോർഡിനേറ്റ്സ് ആണ് വേണ്ടത്. എന്താണ്? എക്സുകൾ കൂട്ടുക. x1 പ്ലസ് x2 ബൈ 2, y1 പ്ലസ് y2 ബൈ 2. അപ്പോൾ ഇവിടെ എക്സുകൾ ഏതൊക്കെയാണ്? 2ഉം 6ഉം. 2 പ്ലസ് 6 ബൈ 2, വൈകള് 3ഉം 5ഉം. അപ്പോൾ 6ഉം 2ഉം 8, 8 ബൈ 2, 5, 3, 8, 8 ബൈ 2.
അല്ലെ? അപ്പൊ ഓയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 4, 4. ഓയുടെ സൂചക സംഖ്യകള് 4, 4. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. The coordinates of two opposite vertices of a parallelogram are 4, 5 and 1, 3. Calculate the coordinates of the point of intersection of the diagonals. What are the coordinates of the midpoint of the other diagonal? അപ്പോൾ ഇവിടെ പാരലോഗ്രം ആണ്. പാരലോഗ്രം സാമാന്തരികമാണ്. സാമാന്തരികത്തിന്റെ രണ്ട് എതിർമൂലകളുടെ സൂചക സംഖ്യകളാണ് 1, 3, 4, 5. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് വികരണങ്ങളുണ്ടല്ലോ, പച്ച കളറിൽ ഞാൻ വരച്ചിരിക്കുന്ന രണ്ട് വികരണങ്ങളുടെയും കൂട്ടിമുട്ടുന്ന പോയിന്റിന്റെ സൂചക സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ പോയിന്റിനെ പി എന്നെടുക്കാം. ആ പിയുടെ സൂചക സംഖ്യകളാണ് എക്സും വൈയും. അത് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത് ഈ ഡയഗണലിന്റെ മിഡ് പോയിന്റ് ആണ്, രണ്ടാമത്തെ ഡയഗണലിന്റെയും മിഡ് പോയിന്റ് ആണ്. ഈ രണ്ട് വികരണങ്ങളുടെയും മധ്യബിന്ദുവാണ് ഈ പി. അത് നമ്മൾ ഓർത്തിരിക്കുക. കാരണം ഒരു സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം സമഭാജികളാണ്, മധ്യബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഒരു പാരലോഗ്രത്തിന്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും, അല്ലെ? ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് തിരിക്കും. അതാണല്ലോ മിഡ് പോയിന്റ്. അപ്പൊ രണ്ട് ഡയഗണൽസിന്റെ മിഡ് പോയിന്റ് പി തന്നെയാണ്. അപ്പൊ സെയിം കോർഡിനേറ്റ് ആണ് രണ്ട് ഡയഗണൽസിന്റെ മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത്. ആ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കുക. ഇപ്പൊ രണ്ടിന്റെ ആൻസർ സെയിം ആണല്ലോ, രണ്ട് പാർട്ടിന്റെയും ആൻസർ സെയിം ആണ്. അപ്പൊ നമുക്കിവിടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പി ആണ് മിഡ് പോയിന്റ്. ഇപ്പൊ എക്സുകൾ കൂട്ടുക, പകുതി കാണുക, വൈകൾ കൂട്ടുക, പകുതി കാണുക. ഇവിടെ എക്സുകൾ കൂട്ടുമ്പം ഇവിടെ എക്സ് കോർഡിനേറ്റ് 1, അവിടുത്തെ 4, 1, 4 കൂടെ കൂട്ടിയിട്ട് പകുതി കാണുക. വൈകളോ 3, 5 കൂടെ കൂട്ടിയിട്ട് പകുതി കാണുക. അപ്പൊ പി എത്ര വന്നു? 5/2. 5, 3, 8/2. 5ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2.5. 8ന്റെ പകുതി 4. അപ്പൊ പിയുടെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ കിട്ടിയല്ലോ, 2.5, 4. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഡ്രോൺ വിത്ത് വെർട്ടിസസ് എ, ബി, സി, ഡി. 4 പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. അതായത് ഈ ചതുർഭുജത്തിന്റെ പേരാണ് എ, ബി, സി, ഡി. എയുടെ കോർഡിനേറ്റ് സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്, ബിയുടെയും സിയുടെയും ഡിയുടെയും സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇവിടെ തെളിയിക്കേണ്ടത് ഈ എ, ബി, സി, ഡി ഒരു സാമാന്തരികമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ സാമാന്തരികത്തിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് വികരണങ്ങളും മധ്യബിന്ദുവിൽ കൂടിയേ കടന്നു പോകത്തുള്ളൂ. അപ്പൊ രണ്ട് വികരണങ്ങൾ വരച്ചിട്ട് അതിന്റെ മധ്യബിന്ദുക്കൾ സെയിം ആണെങ്കിൽ ഇതൊരു സാമാന്തരികമായില്ലേ? അപ്പൊ അത് മാത്രം പ്രൂവ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ രണ്ട് വികരണങ്ങളും പച്ച കളറിൽ വരച്ചിട്ടുണ്ട്. ഡയഗണൽസ് അതിന്റെ മിഡ് പോയിന്റ് ആണ് എം ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അത് രണ്ടിന്റെയും മിഡ് പോയിന്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ വികരണം ഏതാണ്? ആദ്യത്തെ ഡയഗണൽ എ സി നമുക്ക് എടുക്കാം. ആ എ സിയുടെ മിഡ് പോയിന്റ് ഓഫ് എ സി നമുക്ക് നോക്കാം. മിഡ് പോയിന്റ് ഓഫ് എ സി ആയിട്ട് എങ്ങനെ വരും? എയുടെയും സിയുടെയും എക്സുകൾ കൂട്ടി പകുതി കാണുക. 1 + 12/2. പിന്നെ എയുടെയും സിയുടെയും വൈകൾ കൂട്ടുക. 3ഉം 13ഉം. 3 + 13/2. അപ്പൊ നോക്കിക്കേ, 1 + 12 എത്രയാണ്? 13 ആണ്. 13/2. പിന്നെ 13 3 16/2. 13ന്റെ പകുതി എത്രയാണ്? 6.5. 16ന്റെ പകുതി 8. അപ്പൊ നമുക്ക് എ സിയുടെ മിഡ് പോയിന്റ് കിട്ടി. ഇനി അതേപോലെ ബി ഡി നമുക്ക് എടുക്കാം. ബി ഡിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് ഓഫ് ബി ഡി. ബിയുടെയും ഡിയുടെയും സൂചക സംഖ്യകൾ കൂട്ടണം, പകുതി കാണണം. അപ്പൊ ആദ്യം എക്സ് എടുക്കുക. 8ഉം 5ഉം. 8 + 5/2. പിന്നെ വൈകൾ 6ഉം 10ഉം. 8ഉം 5ഉം 13/2. 6ഉം 10ഉം 16/2. അപ്പൊ ഇതും 6.5ഉം 8ഉം അല്ലേ? രണ്ട് മിഡ് പോയിന്റ്സും സെയിം ആണ് അല്ലെ? കോർഡിനേറ്റ്സ് ഓഫ്
ബോത്ത് മിഡ് പോയിന്റ്സ് ആർ ഈക്വൽ. അതുകൊണ്ട് എന്തെഴുതാം? ABCD ഈസ് എ പാരലോഗ്രാം. ABCD ഒരു സാമാന്തരികമാണെന്ന് എഴുതാം.